ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരവ് നിറഞ്ഞ ഉസ്താദുമാർ, വിധി നിർണ്ണയിക്കുന്ന വിധികർത്താക്കളെ, ദാഫിയുടെ കലാപ്രതിഭകളെ, RSS വെറുപ്പിൻ്റെ പ്രത്യയ ശാസ്ത്രം 100 ആണ്ട് തികയ്ക്കുന്നു എന്ന വിഷയത്തിൽ ഏതാനും ചില കാര്യങ്ങൾ മാത്രം ഉണർത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കാം. 100 ആണ്ട് എന്നത് ഒരു കാലഘട്ടത്തിൻ്റെ ഒരു കാലയളവ് മാത്രമല്ല, ഒരു ആശയത്തിൻ്റെ വെറുപ്പിൻ്റെ കാലത്തെ സ്വാധീനിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇന്ന് RSS 100 ആണ്ട് തികയ്ക്കുമ്പോൾ നാം ചോദിക്കേണ്ട ചോദ്യം ഒന്ന് മാത്രമേ ഉള്ളൂ: ഈ ഒരു കാലയളവിൽ RSS നമ്മളെ ഒന്നിപ്പിച്ചോ അതോ കൂടുതൽ ഭിന്നിപ്പിച്ചോ എന്നതാണ്. അറഫ പ്രഭാഷണം പോലെ RSSൻ്റെ ഈ നൂറ്റാണ്ട് എവിടെയെല്ലാം എത്തി എന്ന് ചോദിക്കുമ്പോൾ RSS 1925 നാഗ്പൂരിൽ രൂപം കൊണ്ട RSS ഇന്ന് ജനങ്ങൾക്കിടയിൽ വെറുപ്പും പ്രത്യയശാസ്ത്രവും ഉപയോഗിച്ച് മാറുകയാണ്. ഇന്ത്യൻ ഭരണഘടനത്തിനെതിരെ ബ്രിട്ടീഷ് ഭരണഘടന നോക്കുമ്പോൾ അവിടെയെല്ലാം പറഞ്ഞു വന്നത് RSS വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രം എന്ന് തന്നെയാണ്. RSS എവിടെയെല്ലാം വെറുപ്പും വിദ്വേഷവും പകർത്താൻ കഴിയുന്നുവോ അവിടെയെല്ലാം വെറുപ്പും വിദ്വേഷം പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. ജയിലുകൾ നിറച്ചത് ഗാന്ധിയെയും നെഹ്റുവിനെയും മൗലാന ആസാദിനെയും ഭഗത് സിംഗിനെയുമായിരുന്നു, RSS ശാഖകളല്ല. ഇതിനെതിരെ സ്വാതന്ത്ര്യമരത്തിൻ്റെ സർവകലാശാല എന്ന് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലഘട്ടം ആ രാജ്യത്തിൻ്റെ സ്വത്ത് തന്നെയായിരുന്നു. അവിടുത്തെ പരമ്പരാഗതമായ എല്ലാ അടിമകളെയും തച്ചൊടുക്കുകയും അവിടുത്തെ കാലഘട്ടമായ ആ രാജ്യത്തിൽ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുകയുമാണ്. ഇന്ന് RSS എവിടെയെല്ലാം ചോർത്താൻ നോക്കുന്നുവോ അവിടെയെല്ലാം വലിയ അടിമപ്പെടുകയും അവിടെ വലിയ വളർത്തുകയും ചെയ്യുകയാണ്. ഇന്നിപ്പോൾ RSS എങ്ങനെയെല്ലാം വളർന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ ആത്മാവിനെ നേരിടുന്ന വെല്ലുവിളിയാണ്. സ്വാതന്ത്ര്യമരത്തിൻ്റെ സർവകലാശാലയിൽ പറയുന്നുണ്ട് RSS എത്ര വലിയ പ്രതിഷേധമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ BR അംബേദ്കർ പറയുന്നുണ്ട്, നിങ്ങൾ ഈ ഭൂരിപക്ഷത്തെ നശിപ്പിക്കുകയാണ്, ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അടിമപ്പെടുത്തൽ. ഇങ്ങനെയെല്ലാം RSS ചെയ്യുമ്പോൾ അവർക്കെതിരെയെല്ലാം നാം നീങ്ങേണ്ടതുണ്ട്. എഴുത്തുകാരൻ മേരി അമേരിക്കൻ പറയുന്നുണ്ട്, അവിടുത്തെ പ്രശസ്ത കവിയിൽ അവിടെ രാജ്യം ഇല്ലാതാക്കുന്നത് RSS ആണ്. അങ്ങനെ തുടങ്ങി വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രം ഉപയോഗിച്ച് ഇന്ത്യയിലുടനീളം നമ്മുടെ ജനങ്ങളെ അവിടെ മതവിദ്വേഷവും വെറുപ്പും പ്രത്യയശാസ്ത്രവും ഉപയോഗിച്ച് അവർ ഇല്ലാതാക്കുകയാണ്. ഇതിനെതിരെ നാം പ്രതിഷേധിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.